ഹായ് ഗൈസ്, വെൽക്കം ടു ഫസ്റ്റ് ഡേ ഇൻ അവർ കോളേജ്. അങ്ങനെ ആദ്യത്തെ ദിവസം കോളേജിൽ പോകാൻ വേണ്ടി റെഡിയായി ഇറങ്ങി. ഞാൻ ക്രോക്സ് മാത്രം ഇട്ട്, സോക്സ് പോലും ഇട്ടില്ല. എല്ലാവരും എന്നോട് എന്ത് സോക്സ് ഇടാഞ്ഞ്, എന്താ ഇങ്ങനെ വന്നേ, തണക്കില്ലേന്ന് ചോദിക്കുന്നത്. ഞാൻ അതാ വീഡിയോ എടുക്കുന്നത്. തണക്കാവോ ടെൻഷനായിട്ടാണ് ഞാൻ പോയത്. അവളും അത് തന്നെ പറയുന്നുണ്ടായിരുന്നു. എല്ലാവരും ഷൂ ഇടുമ്പോൾ ഞാൻ മാത്രം. പിന്നെ രാവിലെ വലിയ കുഴപ്പമുണ്ടായില്ല തണുപ്പ്. ഞങ്ങളങ്ങനെ ബസ് കയറി, പിന്നെ മെട്രോ കയറി. മെട്രോൻ്റെ അകം മൊത്തം കാണിച്ചിട്ടില്ല, കാരണം നമ്മൾ നടക്കാൻ വയ്യാത്തോണ്ട് എസ്കലേറ്ററൊക്കെ എടുത്താണ് വന്നത്. മെട്രോ ഇറങ്ങി വേറെ ബസ് സ്റ്റോപ്പിലെത്തി. നമുക്ക് ഒരു ബസ്, ഒരു മെട്രോ, വീണ്ടും ഒരു ബസ് മാറി കയറി കഴിഞ്ഞാലേ നമുക്ക് കോളേജിൻ്റെ അവിടേക്ക് എത്താൻ പറ്റുള്ളൂ. രാവിലെ എന്താ ചവക്കണേന്ന് നോക്കണ്ട. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും തിന്നിട്ടില്ല, അതുകൊണ്ട് കുറച്ചുകൊണ്ട് തിന്നിട്ടാണ് വന്നത്. ചുണ്ടത്തൊക്കെ ഇരിക്കുന്നുണ്ടോ എന്നാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം ബ്രെഡ് കൈ പിടിച്ചിട്ട് ഓർഡർ ചെയ്തത് രാവിലെ ആയിട്ടിപ്പോൾ ലേറ്റായി ഗൈസ്. ഇവിടുത്തെ പോലെയല്ല ഇവിടെ രാത്രി ഇരുട്ടാവാൻ, നാട്ടിലെ പോലെയല്ല ഇവിടെ രാത്രി ഇരുട്ടാവാൻ വേണ്ടിയിട്ട് രാത്രി 8 കഴിഞ്ഞാൽ ഇവിടെ ഇരുട്ടാവുക. അത് കഴിഞ്ഞ് രാവിലെ നേരത്തെ സൂര്യനും വരും. അതുകൊണ്ട് ഉറക്കമൊക്കെ കണക്കാണ്. കോളേജിൽ ഇപ്പോൾ ഫസ്റ്റ് ഡേ പോകുന്നതിൻ്റെ ടെൻഷൻ മുഖത്തുണ്ട്. പിന്നെ അതൊക്കെ കാണിക്കാണ്ട് കഷ്ടപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ കോളേജ് എത്തിക്കഴിഞ്ഞപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഫ്രണ്ട് ഷൊഹാബാണ്. ആളുടെ കൂടെയാണ് ഷോഹിബ്, ഇപ്പോഴും പേരൊന്നും പഠിച്ചിട്ടില്ല. അവനാണ് ഞങ്ങളെ ബസ് കയറ്റി ഇവിടം വരെ എത്തിച്ചത്. അപ്പോൾ അവൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തു. ഞങ്ങൾ പക്ഷേ അകത്തേക്ക് കയറി, കാരണം ഓൾറെഡി ലേറ്റായി. ഫസ്റ്റ് ഡേ തന്നെ എങ്ങനെ ലേറ്റ് ആവുന്ന, 9 മണിക്ക് ക്ലാസ് തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും അകത്ത് കയറാൻ തീരുമാനിച്ചു. എന്നിട്ട് ഞങ്ങൾ അകത്ത് കഴിഞ്ഞ് ഞങ്ങൾക്ക് വഴി തെറ്റി കഴിച്ചു. റിസപ്ഷനിലിസ്റ്റിന് ഫ്രഞ്ച് മാത്രമേ അറിയുള്ളൂ, ഇംഗ്ലീഷ് അറിയില്ല. അങ്ങനെ ഞങ്ങൾ വഴി തെറ്റി. പിന്നെ കഷ്ടപ്പെട്ട് കുറേ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ആരെയോ കണ്ടുപിടിച്ച് ഞങ്ങൾ വഴി കണ്ടുപിടിച്ച് ക്ലാസ്സിൽ കയറി. അവിടെ നമുക്ക് കുറേ ഫ്രണ്ട്സിനെ കിട്ടി. ഒരു ഇന്തോനേഷ്യയിലൊരു ഫ്രണ്ടാണ് നമ്മുടെ അടുത്തിരുന്നിരുന്നത്, പേരിപ്പോൾ ഓർമ്മയില്ല. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് പട്ടി ഷോ ഒക്കെ കാണിച്ച് കഴിഞ്ഞ് പിന്നെ കോഫി ബ്രേക്ക് ഉണ്ടായിരുന്നു. കോഫി ബ്രേക്കിന് കഫേയും ക്രോസോണ്ടും ഫ്രീ ആയിട്ട് തന്നു. കഫേ വായി വയ്ക്കാൻ കൊള്ളുക ഗൈസ്, അവിടുത്തെ കഫേ. എന്തൊരു കയ്പ്പ് അവിടുത്തെ കഫേ. അത് കഴിച്ച് ഉറക്കം വരില്ല എന്നൊക്കെ പറയുന്നത്. ഞാനത് കയ്പ്പ് സഹിച്ച് കഴിച്ചിട്ട് എനിക്ക് ഉറക്കം വന്ന്. അങ്ങനെ ഇതൊക്കെയാണ് ഞങ്ങളുടെ കോളേജ് ഫുള്ളായിട്ടൊന്നും കാണിക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം വീഡിയോ എടുക്കാമെന്ന് വെച്ചപ്പോൾ നിറച്ച് ആൾക്കാരായിരുന്നു. അന്ന് ആൾക്കാർ കുറവായിരുന്നു തോന്നുന്നു. ഇതൊക്കെയാണ് നമ്മുടെ കോളേജ്. 3 ബിൽഡിംഗ് ആണ്. ഇത് ഫസ്റ്റ് ബിൽഡിംഗ് ആണ്. നമുക്കിനി 4 ക്ലാസ് ബിൽഡിംഗ് 4ലാണ്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റായിട്ട് വീഡിയോ കാണിക്കുന്ന സ്ഥലം. വീഡിയോസിലാണെങ്കിലും സൈറ്റിലാണെങ്കിലും ഒക്കെ കാണിക്കുന്ന സ്ഥലം. നമ്മൾ പിന്നെ എന്തോ വിസയുടെ കാര്യമോ എന്തോ ചോദിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോയി. അങ്ങനെ നമുക്ക് പുതിയ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി. ഇതാണ് സേതുപതി, ചങ്കുപടി, പിന്നെ ഒരുത്തനും കൂടി ഉണ്ട്, അശ്വിൻ. ഇവർ രണ്ടുപേരാണ് നമുക്ക് ഇവിടുന്ന് കിട്ടിയത്. രണ്ടുപേരും തമിഴ്നാട്ടിൽ നിന്നാണ്. ഇതാണ് അശ്വിൻ. പുള്ളിക്കാരന്മാർ സീനെന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്, കമ്പനിയാണ്. എങ്ങനെയാണോ തമിഴ്നാട്ടുകാർ അങ്ങനെ തന്നെയാണ്. നല്ല കമ്പനിയാണ്, ഫ്രണ്ട്സാണ്. കൊള്ളാം, വൈഭവന്മാർ. തമിഴ്നാട് എങ്ങനെയാണോ അതുപോലെ ഫ്രാൻസിൽ നിന്ന് ചോദിച്ച് വന്നേക്കണവന്മാരാണ്. ഞങ്ങൾ പിന്നെ അവരുടെ കൂടെ പോയി. പിന്നെ ഗബ്രിയലിനെ പരിചയപ്പെട്ടു. ഹീസ് എ ഫ്രഞ്ച് ഗായ്. ആ പുള്ളിയുടെ അടുത്ത് കുറേ നേരം വർത്തമാനം പറഞ്ഞ് പുള്ളിയെ ടോർച്ചർ ചെയ്ത് കൊന്ന്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആപ്പിൾ പറിക്കാൻ വന്നേക്കാം. ശരിക്കും ഇതൊന്നും പറിക്കാൻ പാടില്ല. റോഡ് സൈഡിൽ നിൽക്കുന്നതാണെങ്കിൽ പറിക്കുന്ന ആരെങ്കിലും കാണുക എന്തെങ്കിലും ചെയ്താൽ ഫൈൻ അടപ്പിക്കും. പക്ഷേ എൻ്റെ കൂടെയുള്ള ഒരുത്തിയുണ്ട്, അലീന. അവൾക്ക് ഇതുപോലെ കാട്ടിനകത്തുള്ള ഫ്രൂട്ട്സ് ഇതൊക്കെ കണ്ട് അപ്പോൾ വേണം. ഇതാണ് ആപ്പിൾ, കുട്ടി ആപ്പിളാണ്, പക്ഷേ നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ അത് പറിച്ചിട്ട് അതിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാനപ്പോൾ എൻ്റെ പല്ലിലൊക്കെ ആയോ എന്നൊക്കെ നോക്കുന്നുണ്ട്. എനിക്ക് പേടി, ദൈവമേ ഇവിടെ നിന്നൊക്കെ തിന്ന് കഴിഞ്ഞാൽ വല്ലതും ചത്തു പോകുമെന്ന്. ഇവൾ ഈ കാട്ടിലും വീട്ടിലും കാണുന്ന എല്ലാം പറിച്ച് തിന്നും. അങ്ങനെ ഞങ്ങൾ ബസ് പിടിച്ച് പിന്നെ ലിഡിൽ പോകാനുള്ള പ്ലാനാണ്. കാരണം നമുക്കെന്തോ കുട വാങ്ങിയില്ല. കാരണം കഴിഞ്ഞ വീഡിയോ കണ്ട പോലെ മഴ നനഞ്ഞ് നടക്കുന്നതുകൊണ്ട് ലിഡിലെത്തി. കുട വാങ്ങാൻ വേണ്ടി ലിഡിൽ വന്നതാണ്. ലിഡിലെത്തി കഴിഞ്ഞപ്പോൾ ഭയങ്കര തണുപ്പ്. ഞാൻ അത്ര നേരം ജാക്കറ്റ് ഇടാത്ത ഞാൻ ജാക്കറ്റൊക്കെ എടുത്തിട്ട് ഒടുക്ക തണുപ്പ്. പിന്നെ ലിഡിലെത്തി കുട വെച്ച് ബാക്കിയെല്ലാം വാങ്ങി ഗൈസ്. വേറെ അനാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ തിരിച്ച് വഴി തെറ്റി വീട്ടിലെത്തി ഗൈസ്. ബൈ.